വർഷങ്ങളായി ചൈനയും കാനഡയും അത്ര രസത്തിലല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മോശമായി തുടരുകയാണ്. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാതെ രൂക്ഷമായി തുടരുന്നതിനിടെ മറ്റൊരു വാർത്ത കൂടി എത്തുന്നു. കാനഡയിലെ ചൈനയുടെ അംബാസിഡർ സ്ഥാനമൊഴിഞ്ഞ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. ഏകദേശം 5 വർഷത്തോളം ചൈനീസ് നയതന്ത്ര കാര്യാലയത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നതിന് ശേഷമാണ് അംബാസിഡർ കോ പിയു സ്ഥാനം ഉപേക്ഷിച്ചത്. ഈ 5 വർഷത്തിനിടയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചത്. എന്നാൽ സംഭവത്തിൽ ഒട്ടാവയിലെ ചൈനയുടെ എംബസി പ്രതികരിച്ചിട്ടില്ല. കനേഡിയൻ തെരഞ്ഞെടുപ്പുകളിൽ ചൈന ഇടപെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾ കാരണം കാനഡയും ചൈനയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വഷളായിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ ചൈന ഏതെല്ലാം തരത്തിൽ ഇടപെടുന്നു എന്ന് അന്വേഷിക്കുകയാണ് കാനഡ. കാനഡയിലെ 2010-ലെയോ 2021-ലെയോ തെരഞ്ഞെടുപ്പുകളുടെ ഫലം സ്വാധീനിക്കുന്നതിൽ ചൈന വിജയിച്ചുവെന്ന് താൻ കരുതുന്നില്ലെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ആഴ്ച പ്രതികരിച്ചിരുന്നു. എങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും ചൈനയും കാനഡയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അതിരൂക്ഷമായി നിന്ന സമയത്താണ് നടന്നതെന്നും ട്രൂഡോ അഭിപ്രായപ്പെട്ടു. ഹുവായ് ടെക്നോളജീസ് കമ്പനിയുടെ മുൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മെങ് വാങ്ഷുവിനെ US കൈമാറാൻ കാനഡയോട് ചൈന അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അഭ്യർത്ഥന നിരസിക്കുകയും കാനഡ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പ്രതികാരമായി കനേഡിയൻ പൗരന്മാരായ മൈക്കൽ പവോർ, മൈക്കൽ കോവറിംഗ് എന്നിവരെ ചൈന 3 വർഷത്തോളം തടവിലാക്കിയിരുന്നു. കാനഡയിലെ ഏറ്റവും മുതിർന്ന നയതന്ത്രജ്ഞന്മാരിൽ ഒരാളായ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഡേവിഡ് മോറിസൺ ചൈന സന്ദർശിക്കുന്ന സാഹചര്യത്തിലാണ് അംബാസിഡർ കോങ് പിയു സ്ഥാനമൊഴിയുന്നത്. വിദേശകാര്യമന്ത്രി മെലാനി ജോളി 2021 അവസാനത്തിൽ നിയമിതയായ ശേഷം ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടില്ല. എന്നാൽ സമാന ചിന്താഗതിക്കാരല്ലാത്ത രാജ്യങ്ങളുമായി ഇടപഴകിക്കൊണ്ട് കാനഡ പ്രായോഗിക നയതന്ത്രം പിന്തുടരുന്നതായി അവർ പറയുന്നുണ്ട്. കനേഡിയൻ കൺസർവേറ്റീവ് നേതാവിനെയും ഹോങ്കോങ്ങിലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ലക്ഷ്യം വെച്ചതിന് കുറ്റാരോപിതനായ ഒരു ചൈനീസ് നയതന്ത്രജ്ഞനെ കഴിഞ്ഞ വർഷം കാനഡ പുറത്താക്കിയിരുന്നു. ഇതിന് മറുപടിയായി കനേഡിയൻ പ്രതിനിധിയെ ചൈനയും പുറത്താക്കി.